യാ ഇബാദി എന്റെ അടിമകളെ കുല്ലുകും ജാഇഉൻ ഇല്ലാ മൻ അത്അംതുഹു ഞാൻ ഭക്ഷണം നൽകാത്ത ആളുകളെല്ലാം പട്ടിണിയാണ്. അതുകൊണ്ട് ഫസ്തതുഇമൂനി ഉത്ഇംകും നിങ്ങൾ എന്നോട് ഭക്ഷണം ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരാം. യാ ഇബാദി കുല്ലുകും ആരിൻ ഇല്ലാ മൻ കസൗതുഹു എന്റെ അടിമകളെ നിങ്ങൾ എല്ലാവരും നഗ്നരാണ്, ഞാൻ വസ്ത്രം നൽകിയ ആളുകൾ ഒഴികെ. അതുകൊണ്ട് ഫസ്തക്സൂനി അക്സുക്കും നിങ്ങൾ എന്നോട് വസ്ത്രം ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വസ്ത്രം തരാം. യാ ഇബാദി എന്റെ അടിമകളെ ഇന്നകും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ രാത്രിയിലും പകലിലും നിങ്ങൾ തെറ്റ് ചെയ്യുന്നവരാണ്. വഅന അഗ്ഫിറുദ്ദുനൂബ ജമീആ നിങ്ങളുടെ പാപങ്ങളെല്ലാം ഞാൻ പുറത്തു തരാം. അതുകൊണ്ട് ഫസ്തഗ്ഫിറൂനി അഗ്ഫിർ ലക്കും നിങ്ങൾ എന്നോട് മാപ്പ് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. യാ ഇബാദി എന്റെ അടിമകളെ ഇന്നകും ലം ലാ തബ്ലുഗൂ ളദ്ദീ ഫതളറൂനി നിങ്ങൾക്ക് എന്നെ ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് എന്നെ ദ്രോഹിക്കാൻ കഴിയില്ല. വലൻ തബ്ലുഗൂ നഫഈ ഫതൻഫഊനി നിങ്ങൾക്ക് എനിക്ക് ഒരു ഉപകാരം ചെയ്യാനും നിങ്ങളെ കൊണ്ട് കഴിയില്ല, എന്നെ സഹായിക്കാനും നിങ്ങൾക്ക് കഴിയില്ല. യാ ഇബാദി എന്റെ അടിമകളെ ലൗ അന്ന അവ്വലകും വആഖിറകും വഇൻസകും വജിന്നകും നിങ്ങളിൽ നിന്നുള്ള ഏറ്റവും ആദ്യത്തെ ആൾ വആഖിറകും അവസാനത്തവൻ വഇൻസകും നിങ്ങളിലുള്ള എല്ലാ മനുഷ്യരും വജിന്നകും നിങ്ങളിലുള്ള എല്ലാ ജിന്നുകളും പിശാചുക്കളും കാനൂ അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല തഖ്വയുള്ളവർ ആരാണോ, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ മുത്തഖിയാരാണോ, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ സൂഫി വര്യർ ആരാണോ, അയാളെപ്പോലെയായി ഈ മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ മനുഷ്യരും ജിന്നുകളും എല്ലാവരും നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ മുത്തഖിയെ പോലെയായി മാറിയാൽ അതുകൊണ്ട് എന്റെ അധികാരത്തിൽ ഒരു എന്റെ അധികാരം, എന്റെ സ്ഥാനം, എനിക്കൊരു പ്രൊമോഷൻ കിട്ടുകയില്ല, എന്റെ സ്ഥാനം വർദ്ധിക്കുകയില്ല. പിന്നെ പറഞ്ഞു യാ ഇബാദി എന്റെ അടിമകളെ ലൗ അന്ന അവ്വലകും വആഖിറകും വഇൻസകും വജിന്നകും നിങ്ങളിൽ മനുഷ്യന്മാരിൽ ആദ്യത്തെ ഒരാളും അവസാനത്തെ ഒരാളും ആദ്യം മുതൽ അവസാനം വരെയുള്ള സർവ്വ മനുഷ്യരും സർവ്വ ജിന്നുവർഗങ്ങളും കാനൂ അലാ അഫ്ജരി ഖൽബി വാഹിദിൻ ഖൽബി റജുലിൻ വാഹിദ് നിങ്ങളിലുള്ള ഏറ്റവും വലിയ തെമ്മാടി ആരാണോ അയാളെ പോലെയായാൽ, അഥവാ നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ തെമ്മാടി ആരാണോ, ദുഷ്ടൻ, ഏറ്റവും വൾഗറായവൻ, മോശപ്പെട്ടവൻ ആരാണ് നമ്മുടെ കൂട്ടത്തിലെ, അയാളെപ്പോലെയായി ആര്? ആദം നബി അലൈഹിസ്സലാം മുതൽ ലോകാവസാനം വരെയുള്ള എല്ലാ മനുഷ്യരും ഏറ്റവും വലിയ തെമ്മാടിയായി മാറിയാൽ, ആദം നബി അലൈഹിസ്സലാം മുതൽ ലോകാവസാനം വരെയുള്ള എല്ലാ ജിന്നുകളും ഏറ്റവും വലിയ തെമ്മാടിയായി മാറിയാൽ മാനഖസ ദാലിക മിൻ മുൽകി ശൈആ അതുകൊണ്ട് എന്റെ അധികാരം കുറയുകയില്ല, എന്റെ സ്ഥാനം നഷ്ടപ്പെടുകയില്ല, എനിക്കതുകൊണ്ടൊരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല. യാ ഇബാദി എന്റെ അടിമകളെ ലൗ അന്ന അവ്വലകും വആഖിറകും വഇൻസകും വജിന്നകും നിങ്ങളുടെ ആദ്യത്തെ മനുഷ്യൻ മുതൽ അവസാനം വരെയുള്ള ആള് വരെ, ആദ്യത്തെ ജിന്ന് മുതൽ അവസാനത്തെ ജിന്ന് വരെയുള്ള ആളുകൾ എല്ലാവരും വലിയൊരു പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി ഫസഅലൂനി
എന്നോട് അവരുടെ ഓരോ ആവശ്യങ്ങൾ ചോദിച്ചു. എനിക്കത് വേണം, എനിക്കിത് വേണം, വീട് വേണം, സ്വത്ത് വേണം, സമ്പത്ത് വേണം, വണ്ടി വേണം. ഇങ്ങനെ ഓരോ ആളുകൾ അവരവരുടെ ആവശ്യങ്ങൾ വലിയ ഒരു പർവ്വതത്തിന്റെ മുകളിൽ കയറി എന്നോട് ചോദിക്കുകയാണ്. ആര്? എല്ലാ മനുഷ്യരും എല്ലാ ജിന്നുവർഗങ്ങളും വലിയ ഒരു പർവ്വതത്തിന്റെ മുകളിൽ കയറി എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചാൽ, അങ്ങനെ ഞാൻ ചോദിച്ചവർക്കെല്ലാം അവരുടെ ആവശ്യങ്ങൾ ഞാൻ നിറവേറ്റി കൊടുത്തു. ചോദിച്ചവർക്കെല്ലാം അവരുടെ ആഗ്രഹങ്ങൾ ഞാൻ വീട്ടിക്കൊടുത്തു. എല്ലാവരും വേണ്ടതെല്ലാം ആവശ്യപ്പെട്ടതെല്ലാം കിട്ടിയിട്ട് ലഭിച്ചിട്ട് ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴേക്കിറങ്ങി അവരവരുടെ വീട്ടിലേക്ക് ചെന്നാൽ അത് എന്റെ സ്വത്തിൽ നിന്ന്, എന്റെ ഖജനാവിൽ നിന്ന്, എന്റെ സമ്പാദ്യങ്ങളിൽ നിന്ന് ഒരു സൂചി കടലിലേക്ക് മുക്കി ഉയർത്തുമ്പോൾ, ഒരു സൂചി വിശാലമായ സമുദ്രത്തിലേക്ക് മുക്കി ഉയർത്തുമ്പോ ആ സൂചിയിൽ നിന്ന് ഇറ്റ് വീഴുന്ന വെള്ളത്തുള്ളി അത്ര പോലും എന്റെ ഖജനാവിൽ നിന്ന് തീർന്നു പോവൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ നഖസ ദാലിക മിമ്മാ ഇൻദി ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യതു ഇദാ ഉദ്ഖിലൽ ബഹർ. ഒരു സൂചി കടലിലേക്ക് പ്രവേശിപ്പിച്ച് അതിങ്ങനെ തിരിച്ചെടുക്കുമ്പോൾ ആ സൂചിയിൽ നിന്ന് ഇറ്റ് വീഴുന്ന വെള്ളം എത്രയാണോ അത്ര പോലും എന്റെ അധികാരത്തിൽ നിന്ന് കുറയൂല, എന്റെ ഖജനാവിൽ നിന്ന് കുറയൂല. ആര്? ലോകത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ മനുഷ്യന്മാരും എല്ലാ ജിന്നുകളും അവരവരുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ച് എല്ലാം കൊടുത്തു കഴിഞ്ഞാലും എന്റെ ഖജനാവിൽ നിന്ന് ആ സൂചിയിൽ നിന്നിട്ട് വീഴുന്ന വെള്ളത്തിന്റെ അത്ര പോലും കുറയൂല എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്. അടിമകളോട് പറയാൻ വേണ്ടി, അടിമകളോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. എന്നിട്ട് നബി തങ്ങളോട് അള്ളാഹു പറയുന്നുണ്ട്, അടിമകളെ വിളിക്കുകയാണ്. യാ ഇബാദി, എന്റെ അടിമകളെ, ഇന്നമാ ഹിയ അഅമാലുകും ഉഹ്സിഹാ ലക്കും, ഇന്നമാ ഹിയ അഅമാലുകും ഉഹ്സിഹാ ലക്കും. നിങ്ങളുടെ അമലുകൾ ഞാൻ ക്ലിപ്തപ്പെടുത്തി വെക്കും, നിങ്ങളുടെ അമലുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കും. അമലുകളാണ് നാളെ ഓരോ ആളുകളുടെ നന്മയും തിന്മയും തീരുമാനിക്കുന്നത്. ثم أوفيكم إياها, നിങ്ങൾ ചെയ്ത നന്മകളെ, നിങ്ങൾ ചെയ്ത തിന്മകളെ, നിങ്ങൾ എന്ത് അമലുകളാണോ ചെയ്തത് അതിനനുസരിച്ചാണ് നാളെ നിങ്ങളോട് പെരുമാറാൻ പോകുന്നത്. അതുകൊണ്ട് ഫമൻ വജദ ഖൈറൻ ഫല്യഹ്മദില്ലാഹ്, ഖൈറിനെ ആർക്കെങ്കിലും ലഭിച്ചാൽ, നാളെ നന്മ ലഭിച്ചാൽ, സന്തോഷം ലഭിച്ചാൽ അൽഹംദുലില്ലാഹ് എന്ന് നിങ്ങൾ പറഞ്ഞോളൂ. വമൻ വജദ ഗൈറ ദാലിക ഫലാ യലൂമന്ന ഇല്ലാ നഫ്സ, ഈ നാളെ ആഖിറത്തിലെത്തി നോക്കുമ്പോ സന്തോഷമല്ല ദുഃഖമാണ് പ്രയാസമാണ് ലഭിക്കുന്നതെങ്കിൽ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സ, അയാൾ സ്വന്തം ശരീരത്തെയല്ലാതെ വേറെ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം നിങ്ങളുടെ അമലുകൾ ഞാൻ ഇന്ന് ക്ലിപ്തപ്പെടുത്തുന്നുണ്ട്. ഞാൻ അല്ലാഹു തആല പറഞ്ഞു, ഖാല അല്ലാഹു തബാറക വ തആല, അല്ലാഹു തആല പറയുന്നുണ്ട്, യാ ഇബാദി, എന്റെ അടിമകളെ, ഇന്നി ഹറംതുൽ ളുൽമ അലാ നഫ്സി, ഞാൻ അക്രമം ഹറാമാക്കിയിട്ടുണ്ട് എന്റെ ശരീരത്തോട്. ഞാൻ എന്റെ ശരീരത്തോട് അക്രമം ഹറാമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളും പരസ്പരം ആക്രമിക്കാൻ പാടില്ല. സ്റ്റെപ്പ് കുറക്കല്ലേ, 3 സ്റ്റെപ്പ് കൊടുത്തു. ഇന്നി ഹറംതുൽ ളുൽമ അലാ നഫ്സി, എന്റെ ശരീരത്തോട് ഞാൻ അക്രമം ഹറാമാക്കിയിട്ടുണ്ട്. വലഉ ശൈഇ ഫീ ഗൈരി മഹല്ലി എന്നാ പറയാം. ഏതൊരു കാര്യവും ചെയ്യേണ്ടതുപോലെ ചെയ്യാതിരിക്കൽ അക്രമമാണ്. ഏത് കാര്യമായാലും അക്രമം എന്ന് പറഞ്ഞാൽ ബസ് എത്തിക്കണമെന്നൊന്നുമില്ല. നമ്മൾ അക്രമം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരിക കല്ലെറിയുക, ടയർ കത്തിക്കുക, ബസ് എത്തിക്കുക, അല്ലേ? അങ്ങനെ വേണമെന്നൊന്നുമില്ല. ഏതൊരു കാര്യവും ചെയ്യേണ്ട രീതിയിൽ ചെയ്യാതിരിക്കുന്നത് അക്രമമാണ്. മാതാപിതാക്കളോട് മക്കൾ മോശമായി പെരുമാറുന്നത് അക്രമമാണത്. ഭാര്യയോട് ഭർത്താവ് മോശമായി പെരുമാറുന്നത് അക്രമമാണ്. ഭർത്താവ് തിരിച്ചു ഭാര്യയോട്, ഭാര്യ തിരിച്ചു ഭർത്താവിനോട്,
അയൽവാസികളോട്, കുടുംബക്കാരോട്, നാട്ടുകാരോട്, ചങ്ങാതിമാരോട്, മറ്റുള്ള മതങ്ങളോട്. നാളെ പാരത്രിക ലോകത്ത് അല്ലാഹു ചോദിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ചോദ്യം അതാണ്, അമാനത്തതാണ്. അമാനത്തിനെ നിങ്ങൾ ചോദ്യം ചെയ്യരുത്. അമാനത്തിൽ നിങ്ങൾ വിള്ളൽ വരുത്താൻ പാടില്ല. നാളെ മഹ്ശറ ലോകത്തെത്തുമ്പോൾ അല്ലാഹു തആല ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കും. അവിടെ ആർക്കെങ്കിലും െങ്കിൽ അവർ ഉത്തരവാദിയായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രികളിലുള്ള കഥകൾ ഭർത്താവ് സുഹൃത്തുക്കളോടോ ഭാര്യ സുഹൃത്തുക്കളോടോ പറയാൻ പാടില്ല. അത് ഏറ്റവും വലിയ തെമ്മാടിത്തരമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന മിൻ അഅലമിൽ അമാന, അത് ചെയ്യുന്ന ആളുകൾ മുനാഫിഖീങ്ങളാണെന്നും മുനാഫിഖീങ്ങൾക്ക് അല്ലാഹു നൽകുന്നത് നരകത്തിന്റെ താഴെ തട്ടാണെന്നും ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും ഭയാനകമായ താഴെ തട്ടാണ് അല്ലാഹു മുനാഫിഖീങ്ങൾക്ക് നൽകുന്നത് എന്നും അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നോക്കിയേ, നമ്മൾ സ്വന്തം ഭാര്യയുടെ രഹസ്യങ്ങൾ മറ്റൊരാളോട് പറയുന്നത് ഏറ്റവും വലിയ അക്രമമാണെന്ന് മനസ്സിലാക്കണം. പിന്നെയല്ലേ മറ്റുള്ളവരുടേത്, നാട്ടുകാരുടേത്, അയൽവാസികളുടേത്, ചങ്ങാതിമാരുടേത് ഒരാളുടെ ന്യൂനതകൾ മറച്ചുവെക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അമലാണ്. മറ്റൊരാളുടെ ന്യൂനതകൾ മറച്ചുവെക്കുന്നത്, മറ്റൊരാളുടെ വീഴ്ചകൾ മറച്ചുവെക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അമലാണത്. നേരെ മറിച്ച് മറ്റൊരാളുടെ ന്യൂനതകളെ വെളിച്ചത്താക്കുകയും പരസ്യമാക്കുകയും ചെയ്യുന്നത് അല്ലാഹു മാപ്പ് നൽകാത്ത മഹാപാപമാണെന്നും അല്ലാഹുവിന് അതിനോട് കോപമാണെന്നും നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മക്കൾ മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നത് നമ്മുടെ മക്കൾ മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്ന ഒരു കാലം വരുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നമ്മോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്, അഖ്ബിർനി അൻ അമാറാതിഹാ, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ എന്താണെന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ മറുപടി പറഞ്ഞത്, അൻ തലിദൽ അമതു റബ്ബതഹാ, അടിമ സ്ത്രീ ഉടമയെ പ്രസവിക്കുക, അത് അക്രമമാണ്. അടിമ സ്ത്രീ അടിമയെ പ്രസവിക്കാൻ പാടുള്ളൂ, അടിമ സ്ത്രീ ഉടമയെ പ്രസവിക്കാൻ പാടില്ല. അക്രമമാണ്. ഞാൻ പറഞ്ഞാൽ ഏതൊരു കാര്യവും നടക്കേണ്ട രീതിയിൽ നടന്നില്ലെങ്കിൽ അത് അക്രമമാണ്, ചെയ്യേണ്ട രീതിയിൽ ചെയ്തില്ലെങ്കിൽ അത് അക്രമമാണ്. അടിമ സ്ത്രീ ഉടമയെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ ഭരിക്കുന്ന മക്കൾ ഉണ്ടാവുക എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? മാതാപിതാക്കളെ ഭരിക്കുന്ന മക്കൾ ഉണ്ടാവുക എന്നാണ് അതിന്റെ അർത്ഥം. മാതാപിതാക്കൾക്ക് മക്കള് പേടിയുണ്ടാവുക, അവരെ പേടിച്ചിട്ട് മാതാപിതാക്കള് ജീവിക്കാം. അങ്ങനെ ഒരു കാര്യം, അങ്ങനെ ഒരു പ്രവർത്തനം ഉണ്ടായാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പാരന്റ് വിളിക്കാണ്, ഒരു രക്ഷിതാവ് വിളിക്കാണ്, മകൾക്ക് ഇന്നാലിന്ന ഒരാളുമായിട്ട് വല്ലാത്ത പ്രേമമാണ്, ഉസ്താദ് എന്തെങ്കിലും ഇടപെട്ടിട്ട് അതിനൊരു പരിഹാരം കാണിച്ചു തരണം. ഞങ്ങൾ എത്ര പറഞ്ഞാലും മകള് കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല. നമ്മളെന്ത് പറയാനാ? നമുക്ക് ഭീഷണിപ്പെടുത്താൻ പറ്റുമോ? നമുക്ക് പ്രേമിക്കല്ല എന്ന് പറയാൻ പറ്റുമോ? നീ പ്രേമിക്കുന്ന ഒരാളോട് നീ പ്രേമിക്കല്ല എന്ന് പറഞ്ഞ അയാൾ പ്രേമം നിർത്തുവോ? നേരത്തെ കുറച്ച് നല്ല ഉഷാറായിട്ടുണ്ട്, ഞങ്ങൾക്ക് ഉറക്കണ്ട. ഞങ്ങളുടെ ആരോ വന്നൊരു ഫോൺ വിളിച്ച് വന്നപ്പോൾ കുറച്ചു നല്ല ഉഷാറുണ്ടായിരുന്നു. ഡിലേ എല്ലാം കുറച്ചൊന്നൊക്കെ ചെറിയൊരു ഡൗട്ടുണ്ട്. ഡിലേ കുറച്ച് അതിൻ്റെ ഇടയ്ക്ക് കുറച്ചോ നല്ല ഉഷാറായിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ മറ്റേ ക്യാമറമാൻ വന്നപ്പോൾ നിങ്ങൾ എന്തോ ഒന്ന് ചെയ്തെന്ന് തോന്നുന്നു. എനിക്ക് എന്നും പറഞ്ഞു ഓൺലൈനിൽ കേൾക്കുന്നതൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? സൗണ്ട് ക്ലാരിറ്റി കുറവുണ്ടോ?
ഞാൻ നിങ്ങളോട് ചോദിക്കാൻ വിചാരിച്ചാണ്. തുടക്കത്തിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. ഞാൻ അവിടെ ഇരിക്കും, കുറച്ച് മൈക്കിൽ ഇങ്ങനെ പ്രസംഗിക്കുക. അങ്ങനെ ഞാൻ ഒരാളെ രഹസ്യമായിട്ട് പറഞ്ഞു. പിന്നെ ഭയങ്കര ഉഷാറായി. എന്ത് ചെയ്തു നിങ്ങളോട് ചോദിക്കാൻ നിൽക്കേന്. കാരണം നമുക്ക് എന്തായി പറയേണ്ടതെന്ന് അറിയില്ല. ഇവരോട് എന്ത് പറഞ്ഞാലും ഉഷാറാക്കാന്ന് അറിയില്ല. എന്ത് പറഞ്ഞാലും ഇവർ ഉഷാറാക്കാന്ന്. ഉഷാറാണ് മാഷാ അല്ലാഹ്. അപ്പൊ ഒരു പാരന്റ് വിളിച്ച് പറയാണ്, ഒരു രക്ഷിതാവ് വിളിച്ചിട്ട് പറയാണ്, മകള് വല്ലാത്ത പ്രണയത്തിലാണ്. പാരന്റ്സിനാണെങ്കിൽ അങ്ങനെ ഒരാളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ ഇഷ്ടമല്ല. പിന്നെ അതിനുള്ള പരിഹാരം എന്താ? ഒന്നുകിൽ ഇവള് സ്വയം മാറണം ഈ പ്രണയത്തിൽ നിന്ന്. സ്വയം മാറാതെ ഇവൾക്ക് വേറെ ഒരു വിവാഹം കഴിപ്പിച്ചു കൊടുത്താൽ അത് അപകടമാണ്. ഇവള് സ്വയം അറിഞ്ഞ് ആ പ്രേമിക്കുന്ന ആളുകളോടുള്ള പ്രേമം മാറ്റി മറ്റൊരാളെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയാലേ വിവാഹം ചെയ്തു കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതെ പ്രണയം മനസ്സിൽ വെച്ച് മറ്റൊരാളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്താൽ അവിഹിത ബന്ധങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇവിടെ ഇഷ്ടമില്ലാത്തൊരു ഭർത്താവിന്റെ കൂടെ എത്ര കാലം ഈ പെണ്ണ് ജീവിക്കും? മാതാപിതാക്കളുടെ വാശി കാരണത്താൽ നിങ്ങൾ മറ്റൊരാളെ തേടിപ്പിടിച്ച് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. അവൾക്കാണെങ്കിൽ അയാളുടെ കൂടെ കിടക്കാൻ ഇഷ്ടമല്ല. എത്ര കാലം മുന്നോട്ട് പോകും? ഒന്നുകിൽ അത് ഡിവേഴ്സിലെത്തും. വലിയ കെങ്കേമമായി വിവാഹം കഴിപ്പിച്ച് അവസാനം അത് വിവാഹമോചനത്തിലെത്തി ആദ്യം പറഞ്ഞ ആ കല്യാണത്തിലേക്ക് തന്നെ തിരിച്ചെത്തും. അതിനേക്കാൾ നല്ലത് ആദ്യം തന്നെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കലല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പ്രേമകല്യാണങ്ങളും പ്രണയ കല്യാണങ്ങളും ഒക്കെ അപകടമാണ്. അത് നമ്മുടെ പെൺകുട്ടികൾ മനസ്സിലാക്കണം. കാരണം ഈ വിവാഹം എന്നുള്ളത് ആർക്കും അനുഭവിച്ച് എക്സ്പീരിയൻസിലൂടെ പെണ്ണ് കെട്ടാമെന്ന് പറഞ്ഞാൽ അത് കഴിയില്ല. എക്സ്പീരിയൻസിലൂടെ പെണ്ണ് കെട്ടാന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും ഓരോന്ന് പറയാനുണ്ടാവും. എങ്ങനെയുള്ള പെണ്ണിനെ ഞാൻ നെക്സ്റ്റ് കെട്ടാൻ പോവാൻ, അല്ലേ? കല്യാണത്തിന്റെ വിഷയത്തിന് മാത്രമാണ് എക്സ്പീരിയൻസ് ഇല്ലാത്തത്. ബാക്കിയുള്ള എല്ലാ മേഖലകളിലും എക്സ്പീരിയൻസ് വേണം. ജോലിക്ക് പോയാൽ 2, 3, 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഗൾഫിൽ പോയാലും എക്സ്പീരിയൻസ് വേണം. പക്ഷെ കല്യാണത്തിന്റെ വിഷയം വരുമ്പോ അവിടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പെണ്ണ് കിട്ടൂല. പക്ഷെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ആരെ കല്യാണം കഴിക്കുമെന്ന് നമ്മൾ ചോദിക്കണം. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് 4-5 വർഷം അല്ലെങ്കിൽ 10 വർഷം 20 വർഷക്കായി ദാമ്പത്യ ജീവിതം നയിക്കുന്ന ഒരു പെണ്ണിനോട്, സുഹൃത്ത് പെണ്ണിനോട് ചോദിക്കുക, പെണ്ണിനോട് എങ്ങനെയുള്ളൊരു ഭർത്താവിനെയാണ് നീ പ്രപ്പോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിന്റെ അഭിപ്രായം? ദാമ്പത്യ ജീവിതത്തിൽ ഒരു ഭർത്താവ് എങ്ങനെയുള്ളവനായിരിക്കണം? അവർ കൃത്യമായിട്ട് പറഞ്ഞുതരും എങ്ങനെയാണ് ഒരു ഭർത്താവ്. കാരണം അനുഭവമില്ലാത്ത ആളുകൾക്ക് എന്താണ് ഈ ദാമ്പത്യ ജീവിതം എന്നറിയില്ല. ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ഈ സിനിമയിലും സീരിയലിലും കാണുന്നതല്ല ദാമ്പത്യ ജീവിതമെന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളും മനസ്സിലാക്കുക. നിങ്ങളുടെ ഈ റൊമാൻസും ഈ സ്നേഹമൊന്നും അത് കാലാകാലം ഉണ്ടാകുമെന്നും ആരും വിചാരിക്കാൻ വേണ്ട. അതൊക്കെ കല്യാണം കഴിഞ്ഞ് 2-3 മാസം ഉണ്ടാവുള്ളൂ. ഈ റൊമാൻസും സ്നേഹം ഉണ്ടാകും. ഈ റൊമാൻസ് ഒക്കെ 2-3 മാസം ഉണ്ടാവുള്ളൂ. പിന്നെ റൊമാൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ പിന്നെ പണ്ട് പ്രണയിക്കുന്ന കാലത്ത് അങ്ങനെ ആയിരുന്നല്ലോ, പണ്ട് പ്രേമിക്കുന്ന കാലത്ത് ഇങ്ങനെ ആയിരുന്നല്ലോ. ഇപ്പൊ ഫോൺ വിളിച്ചെടുക്കാൻ സമയമില്ല, ഇപ്പൊ മെസ്സേജ് അയച്ചാൽ റീപ്ലൈ തരാൻ സമയമില്ല, കല്യാണം കഴിഞ്ഞ ഉടനെ അങ്ങനെ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എക്സ്പീരിയൻസ് ഉള്ള ആളുകളുമായിട്ട് ആദ്യം ഒന്ന് ചർച്ച ചെയ്യുക, എന്താണ് ദാമ്പത്യ ജീവിതം. എന്നിട്ട് ദാമ്പത്യ ജീവിതത്തിലേക്ക് നമ്മൾക്ക് സ്യൂട്ടബിൾ ആയ ഒരു പുതിയ ആപ്പിള അല്ലെങ്കിൽ ഒരു പുതുനാരി അവരെ തെരഞ്ഞെടുക്കുക. ചുരുക്കി പറഞ്ഞാൽ എടുത്തുചാട്ടത്തിലൂടെ പ്രേമിച്ചും പ്രണയിച്ചും ഒളിച്ചോടിയും നടത്തുന്ന വൈവാഹിക ജീവിതം ബഹുഭൂരിഭാഗവും തകർച്ചയിലേക്കാണ് നിങ്ങളെ കൊണ്ടെത്തിക്കുക എന്നുള്ള യാഥാർത്ഥ്യം ഓരോ ആളുകളും തിരിച്ചറിയണമെന്ന് വളരെ സ്നേഹത്തോടെ അറിയിക്കുകയാണ്. കാരണം മാതാപിതാക്കളുടെ സമ്മതത്തോടുകൂടെ, മാതാപിതാക്കളുടെ അനുവാദത്തോടുകൂടെ അവർ തെരഞ്ഞെടുത്ത വൈവാഹിക ജീവിതം പോലും 6 മാസത്തിൽ കൂടുതൽ സന്തോഷത്തോടെ മുന്നോട്ട് പോവാറില്ല. പിന്നെ ഏതായാലും കെട്ടിക്കഴിഞ്ഞു, ഇനിയിപ്പോ തൊലാഖ് ചെല്ലാന്ന് പറഞ്ഞാൽ മോശമല്ലേ? പ്രത്യേകിച്ച് മുത്തലാഖിന്റെ വിധിയും കോടതിയിൽ വന്ന സ്ഥിതിക്ക് ഇനി എങ്ങനെ ഇപ്പൊ മുന്നോട്ട് പോവാ? ഇനി ഇങ്ങനെ പോട്ടെ, തട്ടിമുട്ടി മുന്നോട്ട് പോവട്ടെ എന്ന ചിന്തയാണ് ബഹുഭൂരിഭാഗം വൈവാഹിക ജീവിതത്തിലും കേൾക്കാൻ കഴിഞ്ഞത്. എന്തുകൊണ്ട്? ഇങ്ങനെ ഒരു പ്രപ്പോസ്ഡ് ആയിട്ടുള്ള അറേഞ്ച്ഡ് വിവാഹങ്ങളിലുള്ള കഥയാണ് ഞാൻ പറയുന്നത്.
ഒരു പെണ്ണിന് ഭർത്താവിനെ സഹിക്കുന്നില്ല, ഭർത്താവിന്റെ സ്വഭാവം ഉൾക്കൊള്ളാനോ ദഹിക്കാനോ കഴിയുന്നില്ല. അപ്പൊ ഒരു ആശ്വാസമുണ്ട്, പോയിട്ട് ഉമ്മയോടൊന്ന് പറയാം, പോയിട്ട് ഉപ്പയോടൊന്ന് പറയാം. അപ്പൊ അവരോടൊന്ന് പറയുമ്പോ അവരെ ആശ്വസിപ്പിക്കും. പക്ഷേ ഈ പ്രേമിച്ച് കല്യാണം കഴിച്ചവർ ആരോടാവുന്ന ആശ്വാസം തേടാ? ആരോട് പോയിട്ടാ പറയാ? ഉപ്പയോട് പറഞ്ഞ നീ അനുഭവിച്ചോ, നീ എന്നെ തെരഞ്ഞെടുത്തല്ലേ എന്നാ പറയാ. ഉമ്മയോട് പറഞ്ഞ ഉമ്മ പറയും നീ അനുഭവിച്ചോ, ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ, നീ അനുഭവിച്ചോളൂ. ആരോട് പറയും? ആരിൽ നിന്ന് കേൾക്കും? സമാധാനത്തിന്റെ വാക്കുകൾ പോലും കേൾക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് നിങ്ങളുടെ കണ്ണൂർ ഭാഗത്തൊക്കെ പെണ്ണിന്റെ വീട്ടിലാണ് താമസം, ഉമ്മയുടെ കൂടെയാണ് താമസം. അപ്പൊ ഉമ്മമാരുടെ സമാധാനവും ഉമ്മമാരിൽ നിന്നുള്ള ആശ്വാസവാക്കുകളും വളരെ പ്രധാനമാണ്, വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കളുണ്ടാവുന്നത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ മാതാപിതാക്കൾ എന്ത് ചെയ്യണം? അവരെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. മനസ്സിലാവുന്നില്ലേ? അവർക്ക് തന്നെ പ്രേമിച്ച ആളെ കൊണ്ട് കെട്ടിച്ചു കൊടുക്കുക. എന്താ പ്രശ്നം? ചിലപ്പോ പൈസ ഉണ്ടാവും, അവരനുഭവിക്കും. അത്രയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇതാണ് സംഭവം. വിവാഹിക ജീവിതം എന്ന് പറഞ്ഞാൽ ഇതാണ്, ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി ഇതിന് ശേഷം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി എന്റെ അടുത്ത് കൂടി വരണ്ട, നീ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് അവരെ തന്നെ കെട്ടിച്ചു കൊടുക്കുക. അല്ലാതെ നമ്മൾ വാശി പിടിച്ചിട്ട് വേറൊരാളെ കെട്ടിച്ചു കൊടുത്ത് അവിഹിത ബന്ധങ്ങൾ, ഒളിച്ചോട്ടങ്ങൾ, അതേപോലെ ഡിവോഴ്സ്, വിവാഹമോചനങ്ങൾ, ഇതൊക്കെ നടക്കാതിരിക്കാൻ നമ്മൾ യുക്തിയോടുകൂടി പെരുമാറണം എന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ അറിയിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ പ്രേമത്തിന്റെയും പ്രണയത്തിന്റെയും പിന്നാലെ പോകുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, ചെറുപ്പക്കാരികളോട് ഞാൻ പറയട്ടെ, ബറക്കത്തില്ലാത്ത എല്ലാ കാര്യങ്ങളും അഥവാ ഹറാമ് കൊണ്ട് തുടങ്ങുന്ന കാര്യങ്ങളിൽ അല്ലാഹു ബറക്കത്ത് നൽകൂല. ഹറാമ് കൊണ്ട് തുടങ്ങുന്ന കാര്യങ്ങളിൽ അല്ലാഹു ബറക്കത്ത് നൽകൂല. എങ്ങനെയാണ് ഒരു പെണ്ണിനെ ആലോചിക്കാൻ, എങ്ങനെയാണ് ഒരു പെണ്ണിനോട് പെരുമാറാൻ പരിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിച്ചു തന്നത്? ആദ്യമായി പെണ്ണിനെ കാണുമ്പോൾ اللهم إني أسألك خيرها وخير ما جبلتها عليه, അല്ലെങ്കിൽ اللهم إني أسألك خيرها وخير ما فيها. അല്ലാഹുവേ, ഈ പെണ്ണിന്റെ എല്ലാ നന്മയും എനിക്ക് തരണേ അല്ലാ, പെണ്ണിന്റെ ഷർറിൽ നിന്ന് എന്നെ നീ സലാമത്താക്കണേ അല്ലാ. ആദ്യമായ ഒരു പെണ്ണും ആണും കണ്ടുമുട്ടുന്ന സമയത്ത് അവരുടെ തലയിൽ കൈവച്ച് ദുആ ചെയ്യാൻ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ദിക്റാണിത്. ഞാൻ ചോദിക്കട്ടെ, ചെറുപ്പത്തിലെ പ്രണയിച്ചുകൊണ്ട് പ്രേമിച്ചുകൊണ്ട് ചാറ്റ് ചെയ്ത് പല സ്ഥലങ്ങളിലും കറങ്ങി നടന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു ദുആ ചെയ്തിട്ട്, ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്തിയിട്ട് ദാമ്പത്യ ജീവിതം മുന്നോട്ട് നയിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരു ദുആ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതേപോലെ ഹറാമ് കൊണ്ടല്ലേ തുടങ്ങാം, ഹറാമിലൂടെയല്ലേ തുടങ്ങുന്നത്. ചാറ്റിംഗ് ആയാലും സംസാരമായാലും വീഡിയോ കോൺഫറൻസ് ആയാലും എല്ലാം ഹറാമ് തന്നെയാണ്, എല്ലാം ഹറാമ് തന്നെയാണ്. അതിൽ എത്രയോ ആളുകൾ അവസാനം വീഡിയോ കോൺഫറൻസ് വരെ നടത്തി ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടുന്ന ആയിരങ്ങളുണ്ട് നമ്മുടെ നാടുകളിൽ. ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടുന്ന ആയിരങ്ങൾ. എടുത്തു വായിച്ച ഒരു മെസ്സേജ് ഞാൻ ഓർക്കുകയാണ്. വാട്സപ്പിലൂടെ കടന്നു വന്നൊരു മെസ്സേജ്. സ്കൂളുകളിലും ക്യാമ്പസുകളിലും കലാലയങ്ങളിലും പ്രേമിച്ചും അതുപോലെ തന്നെ പ്രണയിച്ചും നടക്കുന്ന ആളുകൾ അവസാനം വേർപിരിയുമ്പോ, അല്ലെങ്കിൽ കോളേജിൽ നിന്ന് റീസൈൻ ചെയ്യുമ്പോ, പഠനം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയങ്ങളിലൊക്കെ അവർ പലപ്പോഴായി പല സ്ഥലങ്ങളിലായി കറങ്ങാൻ പോയി പരസ്പരം കണ്ടുമുട്ടിയതും ഒരുമിച്ചിരുന്നതും അവർ ഷെയർ ചെയ്ത കാര്യങ്ങളെല്ലാം വീഡിയോയിലൂടെ കവർ ചെയ്ത്, വീഡിയോയിലൂടെ ഷൂട്ട് ചെയ്ത്, പെണ്ണിന്റെ സമ്മതമില്ലാതെയോ സമ്മതത്തോടു കൂടെയോ ഷൂട്ട് ചെയ്ത സകല വീഡിയോകളും ബ്ലൂ ഫിലിം സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം ഈ ബ്ലൂ ഫിലിം എന്ന് പറയുന്നത് മണിക്കൂറുകൾ അഭിനയിച്ചാൽ ലക്ഷങ്ങളും കോടികളും വാങ്ങുന്ന നടന്മാരുണ്ട്. കോടികൾ മണിക്കൂറുകൾക്ക് അഭിനയിച്ചതിന്റെ പേരിൽ വില വാങ്ങുന്ന, ക്യാഷ് വാങ്ങുന്ന നടിമാരും. പക്ഷേ അതിനോട് ആർക്കും താല്പര്യമില്ല. താല്പര്യം ആരോടാ? ഈ ഒളിച്ചു കളിക്കുന്ന ആളുകൾ, അഥവാ ക്യാമ്പസിന്റെ കലാലയങ്ങളുടെ ഏതെങ്കിലും ബാത്റൂമിൽ പോയി, അല്ലെങ്കിൽ മരച്ചുവട്ടിൽ പോയി
ബീച്ചുകളുടെ ഏതെങ്കിലും മൂലയിൽ പോയി ആരും കാണാതെ ഒറ്റയ്ക്കിരുന്നിട്ട് കാമുകൻ തന്നെ റെക്കോർഡ് ചെയ്യാൻ, എന്തിന് എനിക്കിത് നോക്കാൻ, എനിക്ക് കാണാൻ, പക്ഷേ ഞാൻ ആർക്കും അയച്ചു കൊടുക്കൂല എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുക. പെണ്ണതിന് സമ്മതിക്കും. അവസാനം പെണ്ണവിടെ നിന്ന് പിരിയുമ്പോഴേക്കും ഇത്തരം വീഡിയോകൾ ബ്ലൂ ഫിലിമിന്റെ സൈറ്റുകളിൽ കയറുന്നുണ്ട് എന്നാണ്. ഇത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ആളുകളുണ്ട്. വേണ്ടാത്തൊരു വീഡിയോ അല്ലെങ്കിൽ വേണ്ടാത്ത ഒരു ഫോട്ടോ പുരുഷന്മാരുടെ കൈകളിലേക്ക്, കാമുകന്മാരുടെ കൈകളിലേക്ക് കിട്ടിയാൽ ഇത് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ, അതേപോലെ വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ ഞാൻ ഇത് പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഈ ഫോട്ടോ വെച്ച് പെൺകുട്ടികളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ആയിരങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. ഒളിച്ചോട്ടങ്ങളുടെ പിന്നിലുള്ള കഥകൾ ഇതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. 10-18 വർഷക്കാലം മാതാപിതാക്കളുടെ കൂടെ വളർന്ന ഒരു പെണ്ണിനെ, 10-18 വർഷക്കാലം കുടുംബങ്ങളുടെ കൂടെ ജീവിച്ച ഒരു പെണ്ണിനെ ജ്യേഷ്ഠൻ വേണ്ട, അനുജൻ വേണ്ട, മാതാവ് വേണ്ട, പിതാവ് വേണ്ട എന്നൊക്കെ കോടതിയുടെ വരാന്തയിൽ പോയി പറയാൻ ധൈര്യം വരുന്നത് ഇത്തരം വീഡിയോകൾ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. തന്റെ സ്വകാര്യത മറ്റൊരാളുടെ കൈകളിലെത്തുമ്പോൾ അവർ പേടിക്കുകയാണ്. ഞാൻ ഇറങ്ങിപ്പോയില്ലെങ്കിൽ നാളെ എന്റെ വീഡിയോ മറ്റൊരാൾ കാണുമോ? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ, ഞാൻ എന്റെ പിതാവിനെ, എന്റെ മാതാവിനെ തള്ളി പറഞ്ഞില്ലെങ്കിൽ ഈ വീഡിയോകൾ ഫേസ്ബുക്കിലൂടെ, വാട്സപ്പിലൂടെ പ്രചരിക്കുമോ എന്ന പേടി കാരണത്താൽ മാതാവിനെ, പിതാവിനെ കണ്ടില്ലെങ്കിൽ എന്താ, എന്റെ നാണം നഷ്ടപ്പെടുമെന്ന് ഭയന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആളുകളുണ്ട്. അപ്പൊ ചിന്തിക്കപ്പെടച്ചോനെ, എന്റെ നൈക്കഡായിട്ടുള്ള ഒരു ഫോട്ടോ അല്ലെങ്കിൽ നൈക്കഡായ ഒരു വീഡിയോ പുറത്തു വന്നാൽ പിന്നെ ഞാൻ എന്റെ മാതാവിന്റെ കൂടെ ജീവിച്ചിട്ടെന്താ, എന്റെ പിതാവിന്റെ കൂടെ ജീവിച്ചിട്ടെന്താ, എന്റെ നാട്ടിൽ ഞാൻ അങ്ങനെ തല ഉയർത്തി നടക്കും. അപ്പൊ ആരും കാണാതെ ഏതെങ്കിലും ഒരാളുടെ കൂടെ ഒളിച്ചോടി ആരും കാണാനില്ലല്ലോ, ആരും അറിയാനില്ലല്ലോ. അങ്ങനെയൊക്കെ ഒളിച്ചോടുന്ന ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ മാതാപിതാക്കളെ വേണ്ടാഞ്ഞിട്ടല്ല, പിതാവിനെ വേണ്ടാഞ്ഞിട്ടല്ല, ജേഷ്ഠാനുജന്മാരെ വേണ്ടാഞ്ഞിട്ടല്ല. ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടുമ്പോൾ വീഡിയോകളും ഫോട്ടോകളും വെച്ച് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടുമ്പോൾ ഗത്യന്തരമില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആളുകൾ. അതുകൊണ്ട് സൂക്ഷിക്കുക. അത്തരം ഫോട്ടോകളോ അത്തരം വീഡിയോകളോ നമ്മുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പേടിക്കാനൊന്നുമില്ല. നേരെ പോവേണ്ടത് പോലീസുകാരുടെ അടുത്തേക്കാണ്, നിയമപാലകരുടെ അടുത്തേക്ക്. ബ്ലാക്ക് മെയിൽ ചെയ്യുന്നവരുടെ പേര്, അവരുടെ നമ്പർ കൊടുത്താൽ അതോടുകൂടി തീരാവുന്ന പ്രശ്നം. ഒരുപാട് ആളുകൾ ഒരു തുണ്ട് കാറിൽ ജീവിതം അവസാനിപ്പിക്കുന്നവരുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയോടി ഒളിച്ചോടി കുടുംബത്തെ പോലും പറയിപ്പിക്കുന്ന ആളുകളുണ്ട്. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി അത്തരം ആളുകളുടെ പേര്, അത്തരം ആളുകളുടെ നമ്പർ കൊടുത്താൽ അന്നത്തോടുകൂടി ഇത് തീർന്നു പോകുന്ന പ്രശ്നമാണെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും മനസ്സിലാക്കണം. പൈസയ്ക്ക് വേണ്ടി ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ആളുകളുണ്ട്. ഏതെങ്കിലും ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട്, വ്യഭിചാരി പെണ്ണിനെ കൂടെ കൂട്ടി ഒരുപാട് നേരം വാട്സപ്പിലും അതേപോലെ തന്നെ ഫോണിലേക്കും മെസ്സേജ് അയച്ച് വാട്സപ്പ് മെസ്സേജുകൾ, സന്ദേശങ്ങൾ കൈമാറി ചാറ്റ് ചെയ്ത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്രണയം ഉണ്ടാക്കി. എന്നിട്ട് ഇന്ന ലോഡ്ജിലേക്ക് വാ എന്ന് പറഞ്ഞ് വിളിച്ച് ആ പെണ്ണ് ലോഡ്ജിലേക്ക് ഈ മുതലാളിയെ ക്ഷണിച്ച്, എന്നിട്ട് ആ മുതലാളിയും ഈ പെണ്ണും ഒന്നിച്ചിരിക്കുന്ന നഗ്ന ഫോട്ടോകളോ വീഡിയോകളോ എടുത്തിട്ട് ഈ നാട്ടിലുള്ള ചില ചെറുപ്പക്കാർ പൈസ ഉണ്ടാക്കാൻ, ഈ വീഡിയോ വെച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ, ഇത് ഞാൻ പുറത്തുവിടും, എടുക്ക് 10 ലക്ഷം. പൈസക്കാരൻ, ഒരു മുതലാളി തന്റെ അഭിമാനം നഷ്ടപ്പെടരുത് എന്ന് പേടിച്ചിട്ട് ഉടനെ 10 ലക്ഷം കൊടുക്കും. ഇനി ഒരിക്കലും പോസ്റ്റ് ചെയ്യരുത്, ഇത് ഡിലീറ്റ് ചെയ്യണം, ഞങ്ങൾ ഡിലീറ്റ് ചെയ്തോളാം, 10 ലക്ഷം കിട്ടി. ഈ പൈസ ചെലവാക്കി ഉപയോഗിച്ച് തീർന്ന അടുത്തത് വീണ്ടും അയാളെ, ഇതാ നിങ്ങളുടെ വീട് എന്റെ കയ്യിലുണ്ട്, എടുത്തോളൂ 5 ലക്ഷം. ഇങ്ങനെ 5 ലക്ഷവും 10 ലക്ഷവും മരണം വരെ കൊടുത്തു ജീവിക്കുന്ന അഭിമാനം നഷ്ടപ്പെടുന്ന ആളുകൾ. എന്തിനാ അത്ര പേടിക്കാൻ, എന്താ അത്ര ഭയപ്പെടാൻ? നേരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച ഇവരെ കൊണ്ടുപോകൂലേ? നിങ്ങളൊരു അഭിമാനവും നഷ്ടപ്പെടൂല. ചെയ്തത് തെറ്റാണ്, ന്യായീകരിക്കുകയല്ല, ചെയ്തത് തെറ്റാണ്. പക്ഷേ ഏതെങ്കിലും ദുർബല നിമിഷം കൊണ്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നുപോയ തെറ്റുകൾ അള്ളാഹുവിനോട് തൗബ ചെയ്ത്, അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ച്, അള്ളാഹുവിലേക്ക് കരഞ്ഞ് കഴുകിക്കളയുക. പെട്ടെന്ന് പോലീസുകാരുമായി, നിയമപാലകരുമായി ബന്ധപ്പെട്ട് ഇത്തരം ആളുകളെ, ഹറാമായ സമ്പാദ്യം ഉണ്ടാക്കുന്ന ചെറുപ്പക്കാരെ വേഗം അകത്തേക്ക്, ഉള്ളിലേക്ക്, ജയിലറകളിലേക്ക് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക. അതല്ലാതെ അവരെ തീറ്റിപ്പോറ്റാനല്ല ശ്രമിക്കേണ്ടത്. അത്തരം നെറികെട്ട ജീവിതം നയിക്കുന്ന ചെറുപ്പക്കാരെ തീറ്റിപ്പോറ്റാണ്. എത്ര ഉണ്ടെന്നറിയ ഇപ്പോഴത്തെ കാസർഗോഡ് കുറച്ച് ആളുകൾ പിടിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ. മുതലാളിമാരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നവർ, പ്രലോഭിപ്പിച്ചിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടും
അഥവാ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയി ബോധപൂർവം നിർബന്ധിതനായി വസ്ത്രം മാറ്റി പെണ്ണിന്റെ കൂടെ ഫോട്ടോ എടുത്തിട്ട് ഭീഷണിപ്പെടുത്തുന്നവർ, എന്തായാലും ആരായാലും ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടുന്ന സർവ്വ ആളുകളോടും പറയുകയാണ്, അതൊരു പോലീസ് സ്റ്റേഷന് വിളിച്ചാൽ തീരുന്ന പ്രശ്നം മാത്രമാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ അഭിമാനമോ അല്ലെങ്കിൽ നിങ്ങളുടെ അന്തസ്സോ അതുകൊണ്ട് നഷ്ടപ്പെടൂല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. ഏതായാലും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് സഹോദരിമാരോട് പറയാനുള്ളത്, മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നത്, മാതാപിതാക്കളെ വഞ്ചിക്കുക എന്ന് പറയുന്നതാണ് ലോകത്തെ അതിക്രമങ്ങളിൽ ഏറ്റവും വലിയ അക്രമം. മാതാപിതാക്കൾ അറിയാതെ, ഉമ്മയറിയാതെ നമ്മളൊരു കാര്യം ചെയ്യുന്നത് പോലും തെറ്റാണെന്ന് മനസ്സിലാക്കണം. അവരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ അല്ലാതെ എന്ത് ചെയ്താലും ഉമ്മയോട് പറയണമെന്നല്ല. മാതാപിതാക്കൾ അറിയാതെ അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുന്നത് പോലും നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു പാപമായി, വലിയൊരു ശിക്ഷയായി ദുനിയാവിൽ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ എല്ലാം ഹറാമാണ്. ഒരു മുസ്ലിമിന് മറ്റൊരാളുടെ എല്ലാം നിഷിദ്ധമാണ്. അവന്റേതല്ലാത്ത എല്ലാം നിഷിദ്ധമാണ്. എനിക്ക് എന്റേത് മാത്രമേ ഹലാലുള്ളൂ, എന്റേതല്ലാത്ത എല്ലാം എനിക്ക് ഹറാമാണ്. അഥവാ നിങ്ങളിൽപ്പെട്ട ഒരാളുടെ അഭിമാനത്തെ ഞാൻ പിച്ചു ചീന്തിയാൽ, നിങ്ങളിൽപ്പെട്ട ഒരാളുടെ ന്യൂനതയെ ഞാൻ പരസ്യമാക്കിയാൽ അത് ഹറാമാണ്. അല്ലാഹുവിന്റെ കോടതിയിൽ ഞാൻ സമാധാനം പറയേണ്ടി വരും. അത് അതിക്രമമാണ്. മറ്റൊരാളെ കുറിച്ച് മോശമായി പറയുന്നത്, ഉള്ളതായാലും ഇല്ലാത്തതായാലും മറ്റൊരാളെ കുറിച്ച് മോശമായി പറയുന്നത് അക്രമമാണ്. അതിന്റെ പേരിൽ അല്ലാഹു തആല നാളെ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, നബിയേ, ഇന്നാ മുആഖദൂന ബിമാ നതകല്ലമു യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ സംസാരിക്കുന്ന നമ്മുടെ സംസാരം കാരണത്താൽ നാളെ ഞങ്ങൾ ശിക്ഷിക്കപ്പെടുമോ നബിയേ? ഞങ്ങളുടെ നാവ് കാരണത്താൽ നാളെ ശിക്ഷിക്കപ്പെടുമോ എന്ന് മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, സകിലത്ക ഉമ്മുക യാ മുആദ്. മുആദേ, എന്താണ് നീ പറയുന്നത്? നിനക്ക് ഇതുവരെ നേരം വെളുത്തിട്ടില്ലേ മുആദ്? മുആദേ, എന്താണ് നീ പറയുന്നത്? നിനക്ക് നേരം വെളുത്തിട്ടില്ലേ മുആദ്? നാളെ ആരെങ്കിലും ഒരാൾ നരകത്തിലെത്തുമെങ്കിൽ, നാളെ ആരെങ്കിലും ഒരാൾ നരകത്തിലേക്ക് പ്രവേശിക്കുമെങ്കിൽ, ഇല്ലാ ഹസ്വാഇദു അൽസിനതിഹിം, അയാളുടെ നാവ് ചെയ്ത പ്രവർത്തനം കാരണത്താലായിരിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. നാളെ ആളുകൾ നരകത്തിലെത്തുന്നത് നിസ്കരിക്കാത്തതിന്റെ പേരിലായിരിക്കൂല. നാളെ ആളുകൾ നരകത്തിലെത്തുന്നത് ഖുർആൻ ഓതാത്തതിന്റെ പേരിലായിരിക്കൂല. നാളെ അല്ലാഹു തആല ഒരു കൂട്ടം ആളുകളെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നത് അവരുടെ നാവിനെ സൂക്ഷിക്കാത്തതിന്റെ പേരിലായിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലാ ഹസ്വാഇദു അൽസിനതിഹിം, അഥവാ നാവ് സൂക്ഷിക്കാത്തതിന്റെ പേരിലാണ് നാളെ ആളുകൾ നരകത്തിലെത്തുക എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്. ഒരാൾക്ക് മറ്റുള്ളവരുടേത് എല്ലാം ഹറാമാണ്. എന്തൊക്കെയാണ് ഹറാം? മറ്റൊരാളുടെ അഭിമാനത്തെ പിച്ചു ചീന്താൻ പാടില്ല, മറ്റൊരാളെ പരിഹസിക്കാൻ പാടില്ല, കളിയാക്കാൻ പാടില്ല, ഗീബത്ത് പറയാൻ പാടില്ല, നമീമത്ത് പറയാൻ പാടില്ല. പിന്നെയോ വമാലുഹു, അയാളുടെ സമ്പാദ്യം നമ്മൾക്ക് ഹറാമാണ്. മറ്റൊരാളുടെ സമ്പാദ്യം നമ്മൾ അടിച്ചു മാറ്റാൻ പാടില്ല. നമ്മൾക്ക് അവകാശപ്പെട്ടതല്ലാതെ നമ്മുടെ ജ്യേഷ്ഠന്മാരുടെ, നമ്മുടെ അനുജന്മാരുടെ, നമ്മുടെ അയൽവാസികളുടെ, കുടുംബങ്ങളുടെ, നമ്മുടെ പാർട്ട്ണർമാരുടെ ഒരാളുടെയും ഒരു നയാ പൈസ പോലും നമ്മുടെ സമ്പാദ്യങ്ങളിൽ ചേരാൻ പാടില്ല. സമ്പത്ത് വളരെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. മറ്റൊരാളുടെ സമ്പാദ്യം നമ്മുടെ സമ്പാദ്യങ്ങളിലേക്ക് കയറിയാൽ, സമ്മതമില്ലാത്ത ഒരു നയാ പൈസയാണെങ്കിൽ വരെ അള്ളാഹുവിന്റെ കോടതിയിൽ നാളെ രക്ഷപ്പെടാൻ കഴിയില്ല. അത് നാളെ തീജ്വാലകളായി നമ്മൾക്കെതിരെ നമ്മുടെ ഷോൾഡറിൽ കത്തിജ്വലിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നാളെ അത് കത്തിജ്വലിക്കും. 1 രൂപയാണെങ്കിൽ വരെ
നാളെ നമ്മൾക്കെതിരെ തിരിയും. നമ്മൾ കട്ടെടുത്ത മറ്റുള്ളവന്റേത് അപഹരിച്ചെടുത്തത് 1 രൂപയാണെങ്കിൽ വരെ. പിന്നെ പറഞ്ഞു വദമുഹു ഹറാം, മറ്റൊരാളുടെ രക്തവും ഹറാം തന്നെയാണ്. അഥവാ സമരം നടക്കുകയാണ്, പ്രതിഷേധ സമരങ്ങൾ നടക്കുകയാണ്. ആ സമയത്ത് നിരപരാധികളായ ആളുകളുടെ ശരീരത്തിൽ നിന്നൊരു തുള്ളി രക്തമുറ്റിയാൽ അതിന്റെ പേരിൽ അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും. ഹർത്താലായാലും ശരി, അല്ലെങ്കിലും ശരി, നിരപരാധികളായ ആളുകളെ തൊടാൻ പാടില്ല, നിരപരാധികളായ ആളുകളെ വേദനിപ്പിക്കാൻ പാടില്ല. എന്തിനേറെ ഒരു പക്ഷിക്കുഞ്ഞിനെ വരെ വെറുതെ കല്ലെറിഞ്ഞാൽ, ഒരു പക്ഷിയെ വരെ വെറുതെ വേദനിപ്പിച്ചാൽ ആ പക്ഷി പോലും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾക്കെതിരെ സാക്ഷി നിൽക്കുമെന്ന് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു പക്ഷിയായാലും നായയായാലും ഏതൊരു മൃഗമായാലും ജന്തുവായാലും ഒരു കാരണവുമില്ലാതെ മറ്റൊന്നിനെ വേദനിപ്പിക്കുന്നത് അല്ലാഹു മാപ്പ് നൽകുന്ന വിഷയമേ അല്ല, അല്ലാഹു പുറത്തു തരുന്ന വിഷയമല്ല. അതുകൊണ്ട് വജഅൽതുഹു ബൈനകും മുഹറമാ, നിങ്ങളെ ഞാൻ ആക്രമിക്കാത്തതുപോലെ നിങ്ങളും മറ്റൊരാളെ ആക്രമിക്കാൻ പാടില്ല. ഫലാ തലാലമു, നിങ്ങൾ പരസ്പരം ആക്രമിക്കാൻ പാടില്ല. ഏതായാലും ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. യാ ഇബാദി, എന്റെ അടിമകളെ, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, ഞാൻ നിങ്ങളെ ഒരാളെയും ആക്രമിക്കുകയില്ല. വജഅൽതുഹു ബൈനകും മുഹറമാ, അതേപോലെ നിങ്ങൾക്കിടയിലും അക്രമത്തെ ഞാൻ ഹറാമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഫലാ തലാലമു, നിങ്ങൾ പരസ്പരം ആക്രമിക്കാൻ പാടില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരും പരസ്പരം ആക്രമിക്കാൻ പാടില്ല. അക്രമമില്ലാത്ത ഒരു ജീവിതമാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. അക്രമമില്ലാത്ത ഒരു ജീവിതം എല്ലാ മേഖലകളിലും, ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും, പഠിക്കുന്ന സ്ഥാപനങ്ങളിലായാലും, നാട്ടിലായാലും, ഗൾഫിലായാലും, കുടുംബങ്ങളിലായാലും അക്രമമില്ലാത്തൊരു ജീവിതം. അതുകൊണ്ടല്ലേ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഭാര്യമാരും അടിമകളും സേവകന്മാരും ജോലിക്കാരും എല്ലാവരും പറഞ്ഞത്, ജീവിതത്തിനിടയിൽ ഒരു തവണ പോലും ഞങ്ങളെ ചീത്ത പറഞ്ഞിട്ടില്ല, ഒരു തവണ പോലും ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അത് ഞങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്തേ ചെയ്യാത്തത് എന്ന് ഞങ്ങളോട് ചോദിച്ചിട്ടില്ല. ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു, ആരോട്? ജോലിക്കാരോട്. വീട്ടിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരോട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു. അയാളത് ചെയ്തില്ലെങ്കിൽ എന്തേ നീ ചെയ്യാത്തത് എന്ന് പോലും അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചിട്ടില്ല. നമ്മൾ ഭാര്യയോട് പോലും ചോദിക്കും, എന്താടാ നീ ഇസ്തിരി ഇടാത്തത്, എന്താടാ നീ ചായ വെക്കാത്തത്, സ്വന്തം ഭാര്യയോട് ചോദിക്കും. അല്ലാഹുവിന്റെ ഹബീബിന്റെ മനോഹരമായ സന്ദേശമാണിത്. ഒരാളോടും ഒന്നും ചോദിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 7 കാര്യങ്ങൾ പ്രഗൽഭനായ ഒരു സ്വഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അമറനി ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസബഇൻ, എന്റെ ചങ്ങാതി എന്റെ ഹബീബായ നബി തങ്ങൾ എനിക്ക് 7 കാര്യങ്ങൾ പഠിപ്പിച്ചു തരികയുണ്ടായി. അതിലൊന്നാമത്തേത് അമറനി ബിഹുബ്ബിൽ മസാകീൻ, പാവങ്ങളായ മിസ്കീന്മാരായ ആളുകളെ സ്നേഹിക്കാൻ എന്നോട് പറഞ്ഞു. മിസ്കീന്മാരെ സ്നേഹിക്കാൻ പറഞ്ഞു. മിസ്കീനും ഫഖീറും രണ്ടും രണ്ടാണ്. ഫഖീർ എന്ന് പറഞ്ഞാൽ സഹായിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും, പക്ഷെ മിസ്കീന്മാരെ സഹായിക്കാൻ ആളുകൾ ഉണ്ടാവില്ല. എന്തേ? ഫഖീർ എന്ന് പറഞ്ഞ നാട്ടിൽ അറിയാ ഇയാളൊരു ഫഖീറാണ്. അയാളുടെ മകളുടെ കല്യാണം കഴിഞ്ഞാൽ ചിലപ്പോ 2-3 ലക്ഷം പൈസ ബാക്കിയായിരിക്കും. എല്ലാരും സഹായിച്ചു, നാട്ടിലുള്ള എല്ലാരും സഹായിച്ചു, സ്വർണം വാങ്ങാൻ, ഡ്രസ് വാങ്ങാനൊക്കെ സഹായിച്ച് കല്യാണം വളരെ ഉഷാറായിട്ട് നടന്നു. അവസാനം കല്യാണത്തിന്റെ അന്ന് ഒരുപാട് ആളുകൾ സഹായിച്ചു. കല്യാണം കഴിഞ്ഞ് നോക്കുമ്പോൾ 3 ലക്ഷം ബാക്കി. നാട്ടിലെ ഫഖീർ. എന്നാൽ ഒരു മിസ്കീനായ ഒരു മനുഷ്യൻ, അയാൾ നല്ല ഇസ്സത്തോടു കൂടിയാണ് നടക്കുക, മറ്റൊരാളോട് ചോദിക്കൂല, മറ്റൊരാളോട് തന്റെ പ്രയാസങ്ങൾ അയാൾ പറഞ്ഞു കൊടുക്കൂല. എങ്ങനെയെല്ലാം കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് ഒരു കല്യാണം കഴിഞ്ഞു നോക്കുമ്പോഴേക്കും 4, 5, 6 ലക്ഷവും അയാൾക്ക് കടമാണ്. കട
മക്കളുടെ സ്കൂളിന്റെ ഫീസ് കെട്ടാൻ വരെ അവരുടെ കൈകളിൽ ക്യാഷ് ഉണ്ടാവില്ല. പെരുന്നാളിന് വസ്ത്രം വാങ്ങാൻ വരെ അയാളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല. പക്ഷേ ആ ഒരു പ്രയാസം മറ്റൊരാളോട് അയാൾ പറഞ്ഞു കൊടുക്കൂല. ഞാൻ പട്ടിണിയാണ്, എന്നെ സഹായിക്കണമെന്ന് പറയില്ല. എന്റെ മകളുടെ കല്യാണമുണ്ട്, സഹായിക്കണമെന്ന് പറയില്ല. ഈ രീതിയിൽ മിസ്കീന്മാരായ ആളുകളെ സ്നേഹിക്കണമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് എന്നോട് പഠിപ്പിച്ചു എന്ന് മഹാനായ അബൂ ദർ റളിയല്ലാഹു അൻഹു. എന്ന് മാത്രമല്ല വദ്ദുനുവ്വിമിൻഹും, അവരിലേക്ക് അടുക്കണമെന്നും പറഞ്ഞു. അവരിലേക്ക് നിങ്ങൾ അടുക്കണം, മിസ്കീന്മാരിലേക്ക് നിങ്ങൾ അടുക്കണം. മിസ്കീന്മാരായ കുട്ടികളുടെ തല തടവി കൊടുക്കണം, അവരുടെ പ്രയാസങ്ങൾ നിങ്ങൾ തീർത്തു കൊടുക്കണം, അവരുടെ വിഷമങ്ങൾ നിങ്ങൾ മാറ്റിക്കൊടുക്കണമെന്ന് എന്റെ ഹബീബായ എന്റെ റസൂൽ എന്നോട് പറഞ്ഞു എന്ന് മഹാനായ അബൂ ദർ റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ ദുആ ചെയ്തത് അല്ലാഹുമ്മ അഹീനി മിസ്കീനാ വഅമിത്നി മിസ്കീനാ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. അല്ലാഹുവേ, എന്നെ മിസ്കീനായി ജീവിപ്പിച്ച് മിസ്കീനായി മരിപ്പിച്ച് മിസ്കീന്മാരുടെ കൂട്ടത്തിൽ നാളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ് എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തത്. പക്ഷേ നമ്മൾ അങ്ങനെ ദുആ ചെയ്യാൻ പാടില്ല. അല്ലാഹുവേ, എന്നെ മിസ്കീനാക്കണമെന്ന് ദുആ ചെയ്യാൻ പാടില്ല. കാരണം അല്ലാഹുവിന്റെ ഹബീബിനൊക്കെ വന്നുപോയ ആ ഒരു ഫഖർ നമ്മളിലേക്ക് വന്നാൽ നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈമാൻ പോലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാദൽ ഫഖറു അയ്യകൂന കുഫറാ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണ്, ഫഖർ കാരണത്താൽ കുഫറിലേക്ക് നിങ്ങൾ എത്താൻ സാധ്യതയുണ്ട്. ദാരിദ്ര്യം കാരണത്താൽ മതം മാറ്റം പോലും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. 3 മാസക്കാലം പട്ടിണി കിടക്കുക എന്ന് പറഞ്ഞാൽ 3 വർഷക്കാലം പച്ചിലകൾ കഴിച്ച് ആടുകൾ കാഷ്ടിക്കുന്നത് പോലെ ഒരു മനുഷ്യൻ കാഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ തിന്നാൻ അരിഭക്ഷണമില്ല, മാംസമില്ല. മരത്തിൽ നിന്ന് പച്ചിലകൾ കഴിച്ചിട്ട് 3 വർഷം അല്ലാഹുവിന്റെ ഹബീബ് ജീവിച്ചിട്ടുണ്ട്. അപ്പൊ ഹബീബിനെ പോലെ ഫഖറും ദാരിദ്ര്യവും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ പിടിച്ചു നിൽക്കാനുള്ള ഈമാൻ നമ്മൾക്കില്ല. അതുകൊണ്ട് നബി തങ്ങൾ ദുആ ചെയ്തതുപോലെ അല്ലാഹുവേ, എന്നെ മിസ്കീനാക്കണമെന്ന് നിങ്ങൾ ആരും ദുആ ചെയ്യരുത് എന്ന് പ്രഗൽഭരായ പണ്ഡിതന്മാര് നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ മിസ്കീന്മാരെ നമ്മൾ സ്നേഹിക്കുക, അവരെ സഹായിക്കുക, അവരുടെ കൂടെ നിൽക്കുക, അവരെ കഴിവിന്റെ പരമാവധി സന്തോഷിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു തആല നൽകട്ടെ. എന്റെ ഹബീബ് എന്നോട് പറഞ്ഞ ഉപദേശം, ഒന്നാമതായി പറഞ്ഞത് മിസ്കീന്മാരെ സ്നേഹിക്കാനും അവരെ സഹായിക്കാനുമാണ്. രണ്ടാമത്തേത് വഅമറനീ അൻ അൻളുറ ഇലാ മൻ ഹുവ ദൂനി വലാ അൻളുറ ഇലാ മൻ ഹുവ ഫൗഖി. ഒരിക്കലും മുകളിലുള്ളവരിലേക്ക് നോക്കാൻ പാടില്ല, താഴെയുള്ള ആളുകളിലേക്ക് നോക്കണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ് ഷഫീഉനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വാദു രണ്ടെണ്ണം പറയേണ്ടി വരും. ഈ വാദ് ഇതേപോലെ പറഞ്ഞത് അങ്ങനെ റിപ്പീറ്റ് ആക്കേണ്ടി വരും. എല്ലാ സ്ഥലത്തും ഇങ്ങനെ കാണും. നമ്മൾ ഷഫീഉനാ റസൂലുള്ളാഹ് എന്ന് പറയും. ഒന്നാമത്തിൽ ആര് സല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടാമത്തേലും എല്ലാവരും ഉറക്ക സലാത്തൊക്കെ ഉറക്ക ചൊല്ലിക്കോളി. നമ്മൾ ഈ പ്രസംഗത്തിന്റെ ഇടയിൽ ചിലപ്പോ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ മിസ്സായി പോകും. മിസ്സാൻ പാടില്ല, പക്ഷെ മിസ്സായി പോകും. നിങ്ങളങ്ങനെ മിസ്സാക്കാൻ പാടില്ല. നിങ്ങളൊക്കെ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് വഅമറനീ അൻ അൻളുറ ഇലാ മൻ ഹുവ ദൂനി, താഴേക്കിടയിലുള്ള ആളുകളെ നോക്കണമെന്നാണ്. രോഗങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെക്കാളും വലിയ രോഗികളെ നോക്കണം. നിങ്ങളെക്കാൾ ആരോഗ്യമുള്ളവരെ നോക്കിയിട്ട് അല്ലാഹുവേ, അയാൾക്ക് ആരോഗ്യമുണ്ട്, എനിക്കെന്തേ ആരോഗ്യം തരാത്തത് എന്ന് ചോദിക്കാൻ പാടില്ല. നിങ്ങളെക്കാളും വലിയ രോഗികളായ ആളുകൾ, അവരെ നോക്കിയിട്ട് അൽഹംദുലില്ലാ, എനിക്ക് നീ ആശ്വാസവും ആരോഗ്യവും തന്നല്ലോ റബ്ബേ. അതേപോലെ മുതലാളിമാരായ നിങ്ങളെക്കാളും മുകളിലുള്ള ആളുകളെ നോക്കാതെ നിങ്ങളെക്കാളും താഴേക്കിടയിലുള്ള ആളുകളെ നോക്കുക. ജോലി ചെയ്യുമ്പോൾ നിങ്ങളെക്കാളും ശമ്പളം കൂടുതൽ കിട്ടുന്ന ആളുകളെ നോക്കാതെ നിങ്ങളെക്കാളും താഴെ ജോലി ചെയ്യുന്ന ചെറിയ ശമ്പളം വാങ്ങുന്ന ആളുകളെ നോക്കുക. അങ്ങനെ മുകളിലുള്ളവരെ നോക്കണ്ട, താഴെയുള്ളവരെ നോക്കിയാൽ മതിയെന്ന്. എന്നാൽ ജീവിതത്തിൽ സമാധാനം ഉണ്ടായിരിക്കുമെന്ന്, ജീവിതത്തിൽ സന്തോഷമുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമതായി എന്നോട് പറഞ്ഞത് വഅമറനീ അൻ അസിലർ റഹിമ വഇൻ അദ്ബറത്, കുടുംബ ബന്ധം ചേർക്കാൻ എന്നോട് എന്റെ ഹബീബ് പഠിപ്പിച്ചു തരികയുണ്ടായി. കുടുംബക്കാർ ഇങ്ങോട്ട്
മോശമായി പെരുമാറിയാലും, സലാം പറഞ്ഞ് സലാം അടക്കിയില്ലെങ്കിലും, കല്യാണത്തിന് ക്ഷണിച്ച് കല്യാണത്തിന് വന്നില്ലെങ്കിലും, നിങ്ങൾ വീട്ടിലേക്ക് പോയാൽ വാതിൽ കൊട്ടിയടച്ചാലും, നിങ്ങൾ ഫോൺ വിളിച്ചാൽ ഫോൺ എടുത്തില്ലെങ്കിലും, മെസ്സേജ് അയച്ചാൽ തിരിച്ച് റീപ്ലൈ ചെയ്തില്ലെങ്കിലും, നിങ്ങൾ അങ്ങോട്ട് ബന്ധം സ്ഥാപിച്ചുകൊണ്ടേയിരിക്കണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ഇങ്ങോട്ട് ബന്ധം വെക്കുന്നുണ്ടോ എന്നത് ഇവിടെ ചർച്ചയല്ല, നിങ്ങളെ മൈൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചർച്ചയല്ല. നിങ്ങൾ അങ്ങോട്ട് ബന്ധം വെച്ചുകൊണ്ടേയിരിക്കുക. ഇങ്ങോട്ട് എത്ര മോശമായി പെരുമാറിയാലും അങ്ങോട്ട് വളരെ സ്നേഹത്തോടെ ബന്ധം സ്ഥാപിച്ചുകൊണ്ടേയിരിക്കണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമതായി പറഞ്ഞത് വഅമറനീ അല്ലാ അസ്അല അഹദൻ ശൈആ. ഒരാളോടും ഒന്നും ചോദിക്കാൻ പാടില്ല, ഒരാളോടും ഒന്നും ചോദിക്കാൻ പാടില്ല. പൈസ ചോദിക്കാൻ പാടില്ല, സമ്പത്ത് ചോദിക്കാൻ പാടില്ല, ഒരു സഹായം ചോദിക്കാൻ പാടില്ല, അതെടുത്തു തരുമോ എന്ന് വരെ ചോദിക്കാൻ പാടില്ല. നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും നിൽക്കുമ്പോൾ നിങ്ങളുടെ കൈകളിൽ നിന്ന് മൊബൈൽ ഫോൺ താഴെ വീണാൽ അതെടുത്തു തരുമോ എന്ന് പോലും നിങ്ങൾ ചോദിക്കാൻ പാടില്ല. വണ്ടിയുടെ അകത്താണ് നിങ്ങളുള്ളത്, നിങ്ങളുടെ അകത്ത് നിന്ന് കയ്യിൽ നിന്ന് ചാവി താഴേക്ക് വീണാൽ പുറത്തു നിൽക്കുന്ന ഒരാളോട് ആ ചാവി എടുത്തു തരുമോ എന്ന് പോലും ചോദിക്കാൻ പാടില്ല. നിങ്ങളുടെ ഭാര്യയോട് ഒരു കട്ടൻ ചായ വെച്ചു തരുമോ എന്ന് പോലും ചോദിക്കാൻ പാടില്ല. നിങ്ങളുടെ ഭാര്യയോട് വസ്ത്രം അലക്കോ എന്ന് പോലും ചോദിക്കാൻ പാടില്ല. പിന്നെയല്ലേ അലക്കി തരാത്തതിന്റെ പേരിൽ ദേഷ്യപ്പെടുന്നത്, പിന്നെയല്ലേ ചായ വെച്ച് തരാത്തതിന്റെ പേരിൽ ദേഷ്യപ്പെടുന്നത്. അഥവാ മറ്റുള്ളവരോടൊരു സഹായവും ചോദിക്കരുത്.